ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് നല്ല ഒരു രുചികരമായ വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉള്ള ചേരുവകൾ ഞാൻ 200 ഗ്രാം വെളുത്തുള്ളിയാണ് പൊളിച്ച് എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ശകലം കടുക്, ഒരു ശകലം കാന്താരിമുളക്, കറിവേപ്പില, ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, പിന്നെ എണ്ണ. ഇത് വിനാഗിരിയാണ്. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുകിടണം. അപ്പം ഈ വെളുത്തുള്ളി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് മറ്റുള്ള ചേരുവകൾ ഇടാവുള്ളേ, അല്ലെങ്കിൽ കടുക് അവിടെ പച്ചയായിട്ട് കിടക്കും. അതുകൊണ്ട് കടുക് നന്നായിട്ട് വറുത്ത് പൊട്ടിത്തീരണം. കടുക് പൊട്ടിത്തീർന്നു. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കറിവേപ്പില ഇടണം. കറിവേപ്പില നമ്മൾ കഴുകി വെച്ചിരുന്നതായതുകൊണ്ടാണ് അത്രയും വെള്ളമയം ഉള്ളതുകൊണ്ട് അങ്ങനെ പൊട്ടുന്നത്. വെള്ളമയം പൊട്ടി കഴിഞ്ഞിട്ട് ആ കറിവേപ്പില ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് വരുമ്പോഴാണ് കറിക്ക് കറിവേപ്പിലയുടെ നല്ലൊരു രുചി ഉണ്ടാകുന്നത്. അതിനാണ് എണ്ണയിലേക്ക് കറിവേപ്പില ഇടുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. അപ്പം വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂക്കണം. ഒത്തിരി ചുമന്ന നിറായി പോകരുത്, എന്നാലും ഒരുവിധം മൂത്ത് വരണം. അത് ഒരു സ്വല്പം സമയം എടുക്കും, 5 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അത് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി ഒരു പകുതി മൂപ്പാവുമ്പം വേണം നമുക്ക് കാന്താരിമുളക് ഇടാനായിട്ട്. കാന്താരിമുളക് കുറച്ച് കുറവാണ്, കുറച്ചുകൂടി കിട്ടിയാൽ നല്ല കാര്യമാണ്. അങ്ങനെ കാന്താരിമുളക് ഇട്ട് പിന്നെ ഈ വെളുത്തുള്ളി പൊളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെളുത്തുള്ളി നമ്മൾ നുറുക്കരുത്. അത് ആ അല്ലിയോടെ തന്നെ കിടക്കുന്നതാണ് അതിനകത്ത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂപ്പിക്കുമ്പം അത് കണ്ടമാനം വെന്ത് അലുത്ത് പോകാൻ സാധ്യതയുണ്ട് കറിയാകുന്ന സമയത്ത്. അതുകൊണ്ട് അത് പൊളക്കാതെ വെളുത്തുള്ളി അതേപടി നിങ്ങൾ പൊളിച്ചെടുക്കാൻ ശ്രമിക്കണം. വെളുത്തുള്ളി നമുക്ക് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ചുമന്ന നിറായി പോകണ്ട. അപ്പോഴതിനതിൻ്റെ രുചി ഉണ്ടാകും. ഇനി ഇതിനകത്ത് വിനാഗിരിയും ഉപ്പും ഒക്കെ ചേർന്ന് ആ വെളുത്തുള്ളിക്കാണ് അതിനകത്ത് രുചി വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിക്കുന്ന കാരണം വിനാഗിരിക്ക് പുളിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ഉപ്പിച്ചിരി കൂടുതലിടണം. ഇനി നമുക്ക് മുളക് പൊടി ഇടണം. മുളക് പൊടി ഇട്ടാൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തിളച്ചിരിക്കുന്ന സാധനമാണ്. അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ അത് ഇളക്കി വിനാഗിരി ഒഴിക്കണം കേട്ടോ. അപ്പം ഞാൻ മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് എല്ലായിടത്തും ഒന്നായി വന്നതേ ഉള്ളൂ. കരിഞ്ഞു പോകരുത്. ഇനി ഇപ്പോൾ തന്നെ നമുക്ക് വിനാഗിരി ഒഴിക്കാം. അപ്പോൾ ഈ വിനാഗിരി മേലിലല്ല കിടക്കുന്നത്. അത് 2 മിനിറ്റ് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കണം. തിളപ്പിക്കാൻ വയ്ക്കുന്ന സമയത്ത് വിനാഗിരി ഒഴിച്ച് നമ്മൾ 2 മിനിറ്റാണ് തിളപ്പിച്ചത്. തിളച്ച് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും അവിടെ ഇരുന്ന് ആറുന്ന സമയത്ത് വെളുത്തുള്ളിയിലേക്ക് ആ ഉപ്പും വിനാഗിരിയും എല്ലാം കൂടി പിടിച്ച് മൂത്ത് ചുങ്ങിപ്പോയ വെളുത്തുള്ളിയല്ലായിരുന്നോ, അപ്പോൾ അത് ആ വിനാഗിരി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് നല്ല പാകത്തിന് കുറുകി വരും. അപ്പോൾ ഒരു സ്വല്പം നമുക്ക് ആറാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം.
ഇപ്പോൾ നമുക്ക് രുചികരമായ വെളുത്തുള്ളി അച്ചാർ റെഡിയാണ്. വെളുത്തുള്ളി അച്ചാർ ഇട്ട ഉടനെ അത് ഉപയോഗിക്കുന്നത് 1 ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ വിനാഗിരിയുടെ കുത്തലും എല്ലാം മാറിക്കിട്ടും, മുളകിൻ്റെ എല്ലാം മാറി ആ വെളുത്തുള്ളിയോട് വിനാഗിരിയും ഉപ്പും ചേർന്ന് ആ മുളകും എല്ലാം ചേർന്ന് വെളുത്തുള്ളിക്ക് നല്ല രുചിയായിട്ട് മാറും. അപ്പം ഇന്ന് നമ്മൾ ഇതിനകത്തുനിന്ന് ആറി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നല്ല രുചികരമായ വെളുത്തുള്ളി ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക, ഇത് പരിശ്രമിച്ച് നോക്കുക. അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം പാകത്തിനായി. വെളുത്തുള്ളിയോട് ചേർന്ന് ഉപ്പും വിനാഗിരിയും പുളിയും എല്ലാം അതിനോട് ചേർന്ന് ഇപ്പം നല്ല പാകത്തിനുള്ള അച്ചാറായി മാറി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അച്ചാറുണ്ടാക്കുമ്പം വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കിടക്കാൻ മാത്രം വിനാഗിരി ഒഴിക്കണം. അത് പിന്നീട് അത് കുറുകി വരും. അതുകൊണ്ട് ഓക്കെ, എല്ലാവർക്കും നന്ദി.